ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. തിരുവോണ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ഓണാശംസ നേരുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് വൈകി. അപ്പോൾ ഇന്നാണ് നമ്മളിതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും നമുക്ക് ഓണം ഇല്ല കേട്ടോ. നമ്മുടെ അമ്മ മരിച്ചിട്ടിപ്പോൾ ഏട്ടൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ 1 വർഷം അടുത്ത ആഴ്ചയാണ് ആവണത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഓണമില്ല. അപ്പോൾ നമ്മുടെ ചേച്ചി ഏട്ടൻ്റെ ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വീട്, നാത്തൂൻ്റെ വീടാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണസദ്യ ഇവിടെയാണ്. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയപ്പോൾ അതാ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഒരു പൂക്കളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരുവോണ പൂക്കളം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോള് നേരത്തെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ മോള് നേരത്തെ തന്നെ വന്ന് പൂക്കളൊക്കെ, അപ്പോൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ പൂക്കളൊക്കെ ഇടുന്നത്. അപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ അച്ഛൻ പിന്നെ ഗൾഫിലാണല്ലോ. അപ്പോൾ അമ്മ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അനിയത്തിയും ഹസ്ബൻഡും പോയിട്ട് അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും കണ്ണം ചേച്ചിയും കൂടിയിട്ട് ഇതാ ചേച്ചിയുടെ അവിടെ വന്നിട്ടുണ്ട്. ഏട്ടൻ പിന്നെ റെഡി ആവണേ ഉള്ളൂ കേട്ടോ, വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പ് നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അടച്ചിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളോട് ആദ്യം തന്നെ പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ. അപ്പം ഞാനും അമ്മയും കണ്ണം ചേച്ചിയും കൂടി ഫസ്റ്റ് തന്നെ വന്നു. പിന്നെ ഞാനും കൂടി പൂക്കളൊക്കെ ഒരുക്കാൻ വേണ്ടി കൂടിയിട്ടോ. അപ്പം നമ്മൾ കുറേ റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ സെറ്റായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ അവർ റെഡിയാക്കിയതാണ്. ഞാൻ ചുമ്മാ ഔട്ട്ലൈൻ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതാ അവർ പൂക്കളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കണു. അപ്പോൾ ലാസ്റ്റത്തെ ഫിനിഷിങ് പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതാ മോളും പൂക്കളം ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അവളോട് ഇടാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പോകുമ്പോൾ കറികളൊക്കെ സെറ്റായി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് മാത്രം വെക്കണ പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചോറും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓണസദ്യയൊക്കെ റെഡിയായി. അപ്പോൾ ക്ലീനിങ് പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എല്ലാം വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സദ്യ ഒരുക്കുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാം വൃത്തിയാക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ 2 പാത്രത്തിലായിട്ടാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് വെക്കാൻ ഇപ്പോൾ വലിയ ഗ്യാസിലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ 2 പാത്രത്തിലായിട്ടൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ചേച്ചിമാർ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ കണ്ണമ്മ ചേച്ചിയും പിള്ളേരൊക്കെ അത് അവിടെ ഇരിക്കണു. അങ്ങനെ ഇനിയിപ്പോൾ വേറെ ചേച്ചിമാർ 2 പേരും കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവരും മക്കളും എല്ലാവരും കൂടി എത്തും. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഷൊർണൂർക്ക് പോകണില്ല കേട്ടോ. അപ്പോൾ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നു. അപ്പോൾ അനിയത്തിയാണെങ്കിൽ അവൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ ചെറിയമ്മയുടെ അവരുടെ വീട് പാല് കാച്ചലുണ്ട്. അപ്പോൾ അവൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അനിയത്തി വന്നിട്ട് കോയമ്പത്തൂർ പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെയാണ് പ്രാവശ്യം ഓണം. അപ്പോൾ നമ്മളിവിടെ ചേച്ചിയുടെ അവിടെയാണ് കേട്ടോ. പിന്നെ അതാ ചോറൊക്കെ റെഡിയായി. പിന്നെ അത് അടുത്തതായിട്ട് പാലട വയ്ക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പാലടയാണല്ലോ ഇഷ്ടം. പിള്ളേർക്കൊക്കെ പാലടയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം. പാലൊഴിച്ചിട്ടുള്ള പായസം, ശർക്കര പായസത്തിനേക്കാളും കൂടുതലിഷ്ടം പാലും പഞ്ചസാര ഇട്ടിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പാലടയാണ്. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാവരും കൂടി ഇതവിടെ ഹാളിലിരുന്ന് ഫോൺ നോക്കൽ തന്നെ മെയിനായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഫോണാണല്ലോ കയ്യിൽ. അപ്പോൾ അത് ഓരോരുത്തർ ഓരോ ഫോണും കൈ പിടിച്ചിട്ട് അമ്മ ആണെങ്കിൽ ഫോണിലാണ് കേട്ടോ. ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ അന്ന് ലീവാണല്ലോ അവിടെ. അപ്പോൾ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് നേരം ഇതാ ഉമ്മർത്തൊക്കെ അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ സദ്യയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ചേച്ചിമാരാണ് 2 പേരും കൂടി, 2 പേരല്ല 3 പേരുണ്ട്. ഏട്ടനാണെങ്കിൽ 6 ചേച്ചിമാരാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ 3 ചേച്ചിമാരും കൂടിയിട്ടാണ് കേട്ടോ. അപ്പം എന്നാൽ സദ്യയൊക്കെ ഒരുക്കി നമ്മളവിടേക്ക് ക്ഷണിച്ചിരിക്കണേ. അങ്ങനെ ഇതാ ചേച്ചിയുടെ പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇല മുറിക്കണ ഘട്ടം എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓണസദ്യക്കുള്ള ഇല മുറിക്കുകയാണ്. അതാ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ 2 പേര്. പിന്നെ അമ്മയും 3 പേരും കൂടിയിട്ടാണ് ഇലയൊക്കെ മുറിച്ച് സെറ്റാക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഇല മുറിക്കൽ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. ഇനി നമുക്ക് സദ്യ കഴിക്കണം.
അങ്ങനെ നമ്മളിതാ ഓണസദ്യ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് കഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും താഴത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോരുത്തർക്ക് വിശക്കണില്ല, ഒരാൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ വിശക്കണവരാദ്യം കഴിക്കട്ടെ, എന്നാൽ പിന്നെ വിശക്കണവരാദ്യം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 4 പേർക്ക് ഓണസദ്യയൊക്കെ അതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേച്ചിയും പിന്നെ ഏട്ടനും അമ്മയും 2 ചേച്ചിമാരും ഏട്ടനും അമ്മയും കൂടി ആദ്യം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം എന്താ പറയുക വിഭവങ്ങളെല്ലാം ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഓണസദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാ പിന്നെ കണ്ണം ചേച്ചിയും കഴിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി കഴിഞ്ഞു. അപ്പം ഇനി അങ്ങോട്ട് എല്ലാവരും ഓണസദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഓണത്തിന് നമ്മൾ ഇവിടെ ഷൊർണൂരായിരിക്കും കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളിവിടെ പുതുനേരത്ത് ഓണം ആഘോഷിക്കും. അത് കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഏട്ടനും ഞാനും മോളും കൂടിയിട്ട് ഷൊർണൂർ പോകും കേട്ടോ. പിന്നെ തിരുവോണ സദ്യ നമ്മളവിടെ നാട്ടിൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും പതിവ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഓണമില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ നാട്ടിലും പോയില്ല. അമ്മ പിന്നെ ഇവിടെയാണല്ലോ, അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം പാലക്കാടാണ് നമ്മുടെ ഓണം. അങ്ങനെ നമ്മളെല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അടിപൊളി ഓണസദ്യ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ഓണസദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ചു. അതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിള്ളേരൊക്കെ കൂടിയിട്ട് കളിക്കാൻ, നമുക്ക് എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗെയിമെന്ന് വന്നിട്ട് കള്ളനും പോലീസും ഗെയിമില്ല, അതാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ ഞാനും കൂടി, അപ്പോൾ പിള്ളേരും എല്ലാവരും കൂടിയിട്ട് നമ്മളിതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം കളിച്ചു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പം നമ്മളിത് അവിടെ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം കേട്ടോ, പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തി കോയമ്പത്തൂർ പോയിട്ട് വന്നു പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അനിയത്തിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ അനിയത്തിയുടെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ ഞാനും അമ്മയും കൂടി അങ്ങോട്ട് വന്നു. എന്നിട്ട് അപ്പോൾ അനിയത്തി അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-3:30 വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഞങ്ങളും അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇത് അനിയത്തിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവന് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയില്ലേ, ഭയങ്കര കുറുമ്പാണ് കേട്ടോ. 2 പേർക്കും ഭയങ്കര കുറുമ്പാണ്. ചെറുതിപ്പോൾ എന്തോ അനിയത്തിയുടെ കയ്യിലിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാനേ വിടില്ല കേട്ടോ, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഞാൻ ഈ കയ്യിലുള്ള വള ഉണ്ടല്ലേ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വളകളൊന്നും ഇടാറേയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വളകൾ. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ ഒന്ന് വീഡിയോ ഇങ്ങനെ എടുത്താണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് സെറ്റ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ സിംഗിളായിട്ടുള്ള വളയില്ലേ, കടക വള എന്നൊക്കെ പറയില്ല, അതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലത്തെ വള യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാരിക്കൊക്കെ നല്ല മേച്ചായിട്ടുള്ള വളയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പറഞ്ഞില്ലേ, കുറുമ്പിപ്പാറു മെല്ലെ എണീച്ച് വന്നു. പിന്നെ അവളുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ നടക്കുകയാണ്. പിന്നെ ഇതാ അപ്പോൾ 2 പേരും ഭയങ്കര വികൃതികളാണ് കേട്ടോ. അത് കണ്ടില്ലേ, കുഞ്ഞുപാറ എന്തൊക്കെയാണ് കാണിക്കണമെന്നറിയാം. അതാ പിന്നെ കുഞ്ഞുപാറിൻ്റെ വിരലിൽ കുറച്ച് നഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മെല്ലെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടണം പറഞ്ഞിട്ട് അനിയത്തി ഇതാ കയ്യിൽ നൈൽ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതാക്കിയാലേ അവൾ സമ്മതിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സമ്മതിക്കുകയില്ല. അപ്പോൾ അതാ മെല്ലെ നൈൽ കട്ടറൊക്കെ വെച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തിരുവോണ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഓണ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.